പ്രിയപ്പെട്ടവരെ കാത്ത് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അവിടെ അതിർത്തികളിൽ കാത്തു നിൽക്കുകയാണ്. 20ഓളം ഇസ്രായേൽ പൗരന്മാരെയാണ് മോചിപ്പിക്കുക. അതിൽ 7 ഇസ്രായേലികളെ, അത് 3 ഘട്ടമായാണ്. 7 ഇസ്രായേലികൾ ഇപ്പോൾ അവരുടെ ബന്ധുക്കളെ അടുത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ നാൾ നീണ്ട സമാധാന ചർച്ചകൾ അതിനുശേഷം അത് വിജയത്തിലെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ബന്ദിമോചനം സാധ്യമാകുന്നു. 3 വർഷമായി ഇരു രാജ്യങ്ങളുടെയും തടവിലായിരുന്ന ബന്ദികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകം കാത്തിരുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറെ സന്തോഷകരമായ, ആശ്വാസകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ ഹെലികോപ്റ്ററിൽ ഒരു പക്ഷേ ഈ ബന്ദികളുമായി വരുന്ന ഹെലികോപ്റ്ററാണോ എന്ന കാര്യം നമുക്കറിയില്ല, വ്യക്തതയില്ല. എങ്ങനെയാണ്, റോഡ് മാർഗമാണോ ബന്ദികൾ എത്തുക എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മനു ഭരത് ചേരുന്നുണ്ട്. മനു, ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്ത്, ഇപ്പോൾ ഈ നാസർ ഹോസ്പിറ്റൽ, ഗാസയിലെ നാസർ ഹോസ്പിറ്റലിൽ അവിടെ ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഇസ്രായേലിൽ നിന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എത്തുന്ന പാലസ്തീൻ ബന്ദികളുടെ കുടുംബാംഗങ്ങളാണ് ഗാസയിലെ നാസർ ഹോസ്പിറ്റലിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും ഈസ്റ്റ് ജെറുസലേമിലും ഒക്കെ ഇവരെ വരവ് കാത്ത് ആളുകൾ നിൽക്കുന്നു. അതേസമയം 20 ആളുകളെ മോചിപ്പിക്കുന്ന വിവരത്തിൽ 7 പേരെ മോചിപ്പിച്ചു, 13 പേരെ ഇനി മോചിപ്പിക്കാൻ ഉണ്ട് ഇസ്രായേൽ ബന്ദികളെ. അപ്പോൾ ഈ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള 48 പേരിൽ 7 പേരെ മോചിപ്പിച്ചു. ഇനി 13 പേരെ കൂടി മോചിപ്പിക്കാനുണ്ട്. ബാക്കി ഉള്ള ആളുകളിൽ 2 പേരുടെ നിലവിലെ സാഹചര്യം എന്താണ് എന്നതിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും ഹോസ്റ്റേജ് സ്ക്വയർ എന്ന ടെലവീവിൽ, അവിടെ റീമിൽ, മിലിറ്ററി ബേസിൽ ഒക്കെ ആളുകൾ ഇങ്ങനെ കൂട്ടമായി നിൽക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ബന്ദികളുടെ വരവ് കാത്ത് റീം മിലിറ്ററി ബേസിൽ ഇസ്രായേൽ അനുകൂലികൾ അവിടെ ഒരു ഹോസ്റ്റേജ് സ്ക്വയർ എന്ന പേരിൽ അവിടെ തടിച്ചുകൂടി അവരെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ഹമാസ് നേരത്തെ തന്നെ ഈ മോചിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള 20 പേരുടെ പേരും പട്ടിക വിവരങ്ങൾ നൽകിയിരുന്നു. ബാക്കി 28 പേരിൽ 2 പേരുടെ സാഹചര്യം എന്താണ് എന്നതാണ് ഇനി എല്ലാവരും വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നത്. ഷാർം അൽ ഷെയ്ഖിൽ നടക്കുന്ന ഉച്ചകോടിയുടെ അനന്തരഫലം എന്തായിരിക്കും? അതിൽ ഹമാസ് എന്ത് നിലപാട് സ്വീകരിക്കും? ഹമാസിന് ഈ പൂർണ്ണമായും ഈ സമാധാന പ്രക്രിയയോട് സഹകരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പല വശങ്ങളിൽ നിന്ന് വരികയാണ്. ഏതായാലും അവിടെ ഹമാസ് ഗാസയിൽ തന്നെ ചില ഏറ്റുമുട്ടൽ, അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുമായി ചില ഏറ്റുമുട്ടലുകൾ നടത്തുന്നതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. പക്ഷെ ഏതായാലും ലോകത്ത് ഏറ്റവും ഒരു ആശങ്കാജനകമായി നിന്നത് ഈ ബന്ദികളുടെ കൈമാറ്റമാണ്. ബന്ദികളുടെ കൈമാറ്റം നടന്നാൽ ഒരു പരിധിവരെ യുദ്ധവും അല്ലെങ്കിൽ യുദ്ധസമാന സാഹചര്യങ്ങളും ഒക്കെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന ഒരു വിവരം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്നാണ് ഇതിനൊരു പ്രധാന ഒരു പരിഗണന നൽകിയിട്ടുള്ളത്. അപ്പോൾ 7 പേര് റെഡ് ക്രോസിന് ഗാസയിൽ കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ നീക്കങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇസ്രായേൽ കൈവശം വെച്ചിട്ടുള്ള 250 പാലസ്തീനികൾ അവിടെ ജീവപര്യന്ത തടവിന് വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൂടാതെ 1700 ആളുകളെ ബന്ദികളാക്കിയും തടവുകാരാക്കിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ 135 പേരെ ഇപ്പോൾ ഗാസയിലേക്ക് അയക്കും, അല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും അയക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 100 പേരെ വെസ്റ്റ് ബാങ്കിലേക്ക് അയക്കും, 15 പേരെ ഈസ്റ്റ് ജെറുസലേമിലേക്ക് അയക്കും എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് അവിടെ ഒരു മൾട്ടി ഫേസ് ഓപ്പറേഷൻ ആണ് തയ്യാറെടുക്കുന്നത്. ഈ മൾട്ടി ഫേസ് ഓപ്പറേഷന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി ആളുകളെ എത്തിക്കുക. ആദ്യഘട്ടത്തിൽ ഈ ബന്ദികളായി വരുന്നവരെ അവരെ മോചിപ്പിച്ച് അവർക്ക് ആവശ്യമായ ഒരു മാനസിക പിന്തുണ, അതുപോലെ അവർക്ക് വൈദ്യസഹായം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടിയന്തരമായി നൽകേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ നടത്തുന്നു. ഇത് ഒരു വലിയ വിജയം എന്ന തരത്തിൽ ആഘോഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നതും വ്യക്തമാണ്. കാരണം ഈ ബന്ദികളുടെ മോചനം ഇല്ലാതെ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല
എന്ന് പറഞ്ഞ ഇസ്രായേൽ ആ നിലയിൽ നിന്ന് മാറും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ അവർക്ക് അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ദികളുടെ പൂർണ്ണമായ ഒരു മോചനം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ ഹമാസിന്റെ ഇനിയുള്ള നിലപാടുകൾ എന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരു വശത്ത് വളരെ ശക്തമാകുന്നു. ഏതായാലും ഹമാസിന്റെ സായുധ സംഘം തങ്ങൾ സമാധാനത്തോട് പൂർണ്ണമായി യോജിക്കും എന്ന നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ ബന്ദികളെ മോചിപ്പിക്കുന്ന ഈ ദിനത്തിൽ തന്നെ അവരുടെ ഒരു പ്രസ്താവനയും പുറത്തു വന്നിട്ടുണ്ട്. വി ഡിക്ലെയർ അവർ കമ്മിറ്റ്മെന്റ് ടു ദി agreement reached and the timetables associated with it as long as the occupation adheres, Israel occupation adheres to them എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു ഈ എത്തിയിട്ടുള്ള ഒരു അഗ്രിമെന്റിനോട് താങ്കൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അതിൽ പറഞ്ഞിട്ടുള്ള സമയപരിധി വളരെ കൃത്യമായി പാലിക്കും എന്നും ആണ് ഹമാസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് ഒരു the agreement reached is the result of the steadfastness of our people and the resilience of its resistance fighters എന്നവർ വ്യക്തമാക്കുന്നു. അതായത് ഈ അഗ്രിമെന്റ് അത് ആ ഒരു കൃത്യമായ ഒരു സ്ട്രൈറ്റ് ഫാസ്റ്റ്നെസ് ആണ് ആ ജനങ്ങളുടെ. തിരിച്ചു വരാം മനു, തുടരുക. മനു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം വിദേശകാര്യമന്ത്രി. ശ്രീ മോഹൻ വർഗീസ്, ഇത്ര വർഷമായുള്ള ശ്രമമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം അത് വലിയ തോതിൽ ആദ്യം മുതലേ ഉണ്ട്. സമാധാനത്തിലുള്ള നോബൽ സമ്മാനമൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് ഗസയിലെ സമാധാന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും സാധ്യമായിരിക്കുന്നു. ട്രംപിനെ പോലെ ഒരു ലോക നേതാവിൻ്റെ ഇടപെടൽ തന്നെ ഇതിന് മുഖ്യ കാരണമായി കരുതാം, അല്ലേ? തീർച്ചയായും. ട്രംപിനെ പോലെ ഒരു വ്യക്തിത്വം എത്രയെല്ലാം വിമർശിച്ചാലും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് മാത്രമേ ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചു നിർത്താൻ കഴിയൂ. കാരണം രണ്ടു ഭാഗവും വിട്ടുവീഴ്ചയില്ലാതെ രണ്ട് ഭാഗങ്ങൾ, ഹമാസ് ഒരു ഭാഗത്തും ഇസ്രായേൽ മറുഭാഗത്തുമായി നിലനിൽക്കുമ്പോൾ ഒരു ഫോർമുലയിൽ എത്തിച്ചേരാൻ, ഒരു ടേംസ് ഓഫ് റെഫറൻസ് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചത് ഡൊണാൾഡ് ട്രംപിനാണ്. അതുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് അറബി ഇസ്ലാമിക രാജ്യങ്ങളെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട് ലോക മനസാക്ഷ്യത്തിന് ഇസ്രായേലിനെതിരെ തിരിയുമ്പോൾ അവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പലസ്തീൻ കോസിനെ അംഗീകരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി കോൺഫിഡൻസിലെടുത്തുകൊണ്ട് ഒരു 20 സമാധാന പദ്ധതി മുന്നോട്ട് വയ്ക്കുകയും അത് ഘട്ടം ഘട്ടമായി ഇത് നടപ്പാക്കിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. ഒന്നാം ഘട്ടം ചർച്ചകൾ പൂർത്തീകരിച്ചപ്പോഴാണ് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ബന്ദിമോചനത്തെക്കുറിച്ച്, തടവുകാരുടെ മോചനത്തെക്കുറിച്ച് മാത്രമാണ്. അവിടെ ഒരു കാര്യം പോലും നിരായുധീകരണത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഹമാസിന്റെ നിരായുധീകരണത്തെക്കുറിച്ചോ ഇസ്രായേലിന്റെ പൂർണ്ണമായ ഒഴിഞ്ഞുപോക്കിനെ കുറിച്ചോ ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നില്ല. ഇസ്രായേൽ സൈന്യം ചെറിയ തോതിൽ ഒഴിഞ്ഞു പോകുന്നുണ്ട്. അത് ആദ്യഘട്ട ധാരണയുടെ ഭാഗമാണ്. പക്ഷേ ആത്യന്തികമായ ഒഴിഞ്ഞുപോക്ക് നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴിതാ ഏറ്റവും ശുഭോദർക്കമായ നിമിഷങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ആദ്യ ഗഡു ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു, 7 ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു എന്ന നിലയിലാണ് കാര്യങ്ങൾ വരുന്നത്. 20 പേരാണ് ജീവനോടെ ഉള്ളത്. ഒരേ സ്ഥലത്ത് വെച്ചാണോ വിവിധ ഇടങ്ങളിൽ വെച്ചാണോ മോചിപ്പിക്കപ്പെടുന്നത് എന്നതിൽ മാത്രമാണ് ചെറിയ ആശയക്കുഴപ്പമെങ്കിലും ഉള്ളത്. യഥാർത്ഥത്തിൽ റെഡ് ക്രോസിന്റെ ഒക്കെ സന്നദ്ധ വോളണ്ടിയേഴ്സ് വലിയ രീതിയിലാണ് ജാഗ്രതാപൂർവമായി നിലനിൽക്കുകയാണ്. അവിടെ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ ഇതിനുള്ളിൽ ബന്ദിമോചന സമയത്ത് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ഇത് റിലീസുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്, മധ്യസ്ഥ രാജ്യങ്ങൾക്കുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പോലും അതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ ഇസ്രായേലിലേക്ക് വരുമ്പോഴും തടവുകാർ പലസ്തീനിലേക്ക് എത്തുമ്പോഴും, ഒരുപക്ഷെ പലസ്തീൻ തടവുകാർ ഗസയിലേക്കല്ല മുഴുവൻ പേരും എത്തേണ്ടത്, വെസ്റ്റ് ബാങ്കിലേക്കും ജെറുസലേമിലേക്കും ഒക്കെ എത്തേണ്ട തടവുകാരുണ്ട്.